അങ്ങനെ ജഡായിപ്പാറ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ അതേ സെയിം കേബിൾ ആ ഒരു വഴി കൂടിയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. കേബിൾ റോക്ക് വേ കൂടിയാണ് വന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ നടക്കണം. കൂടുതലും ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തും കണ്ടും കുറച്ചും കൂടി ഫീലായി വരണം എന്നാണെങ്കിൽ അങ്ങനെ വരാം, നമുക്ക് നടന്നും വരാവുന്നതാണ്. പക്ഷെ നമ്മൾ കേബിൾ വഴി തന്നെ തിരിച്ച് റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ ജഡായിപ്പാറ കഴിഞ്ഞ് നമ്മുടെ എന്താ പറയുക എൻട്രി ചെയ്ത ഒരു പോർഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറേ ഗെയിംസും കാര്യങ്ങളുണ്ട്. ഇത് ആ ഒരു ബാസ്ക്കറ്റിനകത്ത് ഒരു 3 ബോൾ തികച്ചും ഇട്ട് കഴിയണം, അതിൻ്റെ ഉള്ളിൽ കിടക്കണം. പക്ഷെ ഞാനിട്ട ബോളൊക്കെ തിരിച്ച് റിട്ടേൺ ആണ് വന്നത്. അപ്പോൾ വെറുതെ 200 രൂപ കളഞ്ഞു, അല്ലാണ്ട് വേറെ ബൊമ്മയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ 3D ഷോ ഉണ്ടായിരുന്നു. 3D ഷോ ഞാനും ഷെറിനും കയറി, പിന്നെ അച്ഛനും ഷെറിനും കൂടി ക്രിക്കറ്റിൻ്റെ എന്തോ കണ്ടു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റിട്ടേൺ വർക്കലയിൽ തന്നെ നമ്മൾ റിട്ടേൺ എത്തിയിട്ടുണ്ട്. വർക്കല പാപനാശം ബീച്ചിലാണ് നമ്മൾ എത്തിയത്. കാരണം രാവിലെ നമ്മൾ ഈ ബീച്ച് കാണാൻ വന്നപ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ നിന്നാണ് കാണാൻ പറ്റിയത്. നമുക്ക് താഴെ ഇറങ്ങിയിട്ട് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തായാലും താഴെ ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ടായി. ബീച്ചിൻ്റെ അങ്ങോട്ട് ഇറങ്ങി ഇപ്പോൾ പറയുക, അടിപൊളി ബീച്ച്, ഒരു രക്ഷയില്ല. ഇവിടെയുള്ള എല്ലാ ബീച്ചും അടിപൊളി തന്നെയാണ്. കാരണം വെള്ളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ക്രിസ്റ്റൽ ബ്ലൂ കളറായിരുന്നു. ശരിക്കും ഭംഗിയുള്ളൊരു ടൈമായിരുന്നു ഞങ്ങൾ വന്നത്. ഒരു 6 മണി, അപ്പോൾ സൺസെറ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ നമുക്ക് ബീച്ചിൽ അങ്ങനെ അധികം ഇറങ്ങാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായില്ല. ബിക്കോസ് എന്താ പറയുക, ഈ ബീച്ചിൽ നല്ല വേവ്സും കാര്യങ്ങളൊക്കെ ഉള്ള ടൈമാണ്. പിന്നെ വേവ്സും കുറേ മിസ്സിങ് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ വന്ന ദിവസം രാവിലെ തന്നെ ഒരാളെ മിസ്സായിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത്യാവശ്യം റീച്ചുള്ളൊരു ബീച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല, കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞാൻ നിന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഫോട്ടോസ് ബീച്ചിൻ്റെ എടുക്കാനായിട്ട് നിന്നപ്പോൾ ബാക്കിൽ നോക്കിയപ്പോഴാണ് കുതിരേനെ കണ്ടത്. കുതിര സവാരി അവിടെ നടക്കുന്നുണ്ടേ. അപ്പം ഞാനൊന്നും നോക്കിയില്ല, നേരെ മദറിനോട് പോയി പറഞ്ഞു, അമ്മ എനിക്ക് കുതിരയിൽ കയറണം. പിന്നെ 100 രൂപയായിരുന്നു കുതിര സവാരിയുടെ ചാർജ് വന്നിട്ടുണ്ടായത്. പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് നേരെ ഞാൻ കുതിരയിൽ കയറിയിട്ടുണ്ടായി. കുതിരയിൽ കുതിരേനിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് കളിക്കുകയായിരുന്നു. പിന്നെ കുതിര സവാരിയിൽ ഇതിനു മുന്നേ കയറിയതുകൊണ്ട് വലിയ പുതുമയൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായില്ല, കാരണം ഇതിനു മുന്നേ ഞാൻ കുതിരയിൽ കയറിയിട്ടുണ്ട്. നമ്മൾ കുതിരയിൽ കയറി കുറച്ച് നേരം കുതിര സവാരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ ട്രിപ്പിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.